നമസ്കാരം. ബി പ്രൗഡ് യുവർ ജേർണി. ജനിച്ച അന്ന് മുതൽ ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് വരെയുള്ള നിങ്ങളുടെ യാത്രയിൽ, ജീവിതയാത്രയിൽ എത്ര പേർക്ക് ഒരഭിമാനമുണ്ട്? ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങൾ എത്തിച്ചേർന്ന വഴികൾ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലതോ ചീത്തയോ അല്ലെങ്കിൽ വിജയമോ പരാജയമോ എന്നല്ല, സ്വയം തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര ശതമാനം നിങ്ങൾക്ക് പ്രൗഡുണ്ട് നിങ്ങളുടെ യാത്രയെക്കുറിച്ച്? നമ്മൾ ഓരോരുത്തരും പലപ്പോഴും ചെയ്യുന്ന എന്താണ്? നമ്മൾ മറ്റുള്ളവരെ പോലെ ആകാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലും പറ്റുമോ അല്ലെ അവരാകാൻ കഴിയുന്നില്ലല്ലോ. നന്നായി അഭിനയിക്കുന്ന ഒരാൾ എപ്പോഴും ശ്രമിക്കുന്ന എന്താണ്? എനിക്ക് മമ്മൂക്കയെ പോലോ ലാലേട്ടനെ പോലോ അല്ലെങ്കിൽ അതുപോലെ മധുസാറിനെ പോലോ, അങ്ങനെ എത്രയോ കലാകാരന്മാരുണ്ട്, അവരെ പോലെ ആകണം. എന്തിനാണ് നിങ്ങൾ അങ്ങനെ ശ്രമിക്കുന്നത്? നിങ്ങൾക്കൊരിക്കലും അവരാകാൻ കഴിയില്ല. നിങ്ങൾക്ക് നിങ്ങളാകാനേ കഴിയൂ. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ അവരെക്കാൾ മികച്ച നടന്മാരും നടിമാരും ആകാൻ കഴിയും. കാരണം നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കേ അറിയുള്ളൂ. അവർക്കൊരിക്കലും നിങ്ങളാകാൻ കഴിയില്ല. പിന്നെ എന്തിനാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? എപ്പോഴും നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാം, നമ്മളിങ്ങനെ അവരെ പോലാകണം ഇവരെ പോലാകണം അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മളാകാൻ മറക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്രയെക്കുറിച്ച് നമുക്കൊരു സന്തോഷവും ഇല്ല. തിരിഞ്ഞ് നോക്കിയാൽ ഞാൻ എന്തൊക്കെയായി മാറി, അല്ലെ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റി, ഞാൻ എത്ര പേരുടെ ജീവിതത്തിൽ സഹായമായിട്ടുണ്ട്, അല്ലെ ഞാൻ എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ പ്രാവശ്യം ഒന്ന് തിരിഞ്ഞു നോക്കി. എന്നെ സംബന്ധിച്ച് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതുവരെ വന്ന എൻ്റെ യാത്രകളിൽ എനിക്ക് കിട്ടിയതെല്ലാം ദൈവത്തിൻ്റെ വലിയ ഗിഫ്റ്റാണ്. ഒരിക്കലും ഞാൻ അറിയിച്ച കാര്യങ്ങളൊന്നുമല്ല എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലെ കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഞാൻ ആഗ്രഹിച്ച ഒത്തിരി കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുമില്ല. അതുകൊണ്ട് എൻ്റെ അല്ലെ എൻ്റെ ജീവിതയാത്രയിൽ എനിക്ക് അഭിമാനം തോന്നണ്ടേ? തീർച്ചയായും തോന്നണം. നമ്മൾ ഓരോരുത്തരും അങ്ങനെ തോന്നുമ്പോൾ മാത്രമേ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി ഉള്ളവരായിരിക്കണമെന്ന്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതയാത്രയെക്കുറിച്ച് നമുക്കൊരു അഭിമാനം വേണം. നമ്മൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. മറ്റു പലരും അതിൻ്റെ ഗുണം ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ വഴി ഒത്തിരി പേര് രക്ഷപ്പെട്ട് കാണും. നമ്മൾ വഴി ഒത്തിരി പേർക്ക് ഒത്തിരി സഹായങ്ങൾ കിട്ടിക്കാണും. പക്ഷെ നാം ഇതൊന്നും അറിയാതെ നമുക്കിനിയും ഒന്നും പറ്റിയിട്ടില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഇങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അത് മാറ്റി ചിന്തിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും പുറകോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഒത്തിരി അഭിമാനമുള്ള ഒത്തിരി കാര്യങ്ങൾ കാണാം. അതിനിടെ ജീവിത പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരാം. അതൊന്നും കാര്യമാക്കണ്ട. പുറകോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ നല്ല കാര്യങ്ങൾ അതോർത്ത് അഭിമാനിക്കണം. എനിക്കിതൊക്കെ പറ്റി. അങ്ങനെ അഭിമാനിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഇനിയും ചെയ്യുവാൻ കഴിയും. അങ്ങനെ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഡോക്ടർ ഡഗ്ലസ്. താങ്ക് യു.